മനുഷ്യൻ പ്രയാസങ്ങളുടെയും ദുരിതങ്ങളുടെയും പണയപ്പണ്ടമാണോ? ഏതു നിലവാരത്തിലുള്ള ആളാണെങ്കിലും, ഏതൊരു പൊസിഷനിലുള്ള ആളാണെങ്കിലും വേദനകളും നൊമ്പരങ്ങളും ഏതൊരു മനുഷ്യനെയും വേട്ടയാടിക്കൊണ്ടിരിക്കും. ജീവിതത്തിൽ ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ടാകാം, ഇപ്പോൾ അനുഭവിക്കുന്നതുണ്ടാകാം, ഇനി അങ്ങോട്ട് എന്ത് തീരുമാനിച്ചു എന്ന് അല്ലാഹുവിനറിയാം. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِنَ الْأَمْوَالِ وَالْأَنْفُسِ وَالثَّمَرَاتِ. നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ഭയപ്പാട് നൽകിക്കൊണ്ട്, നിങ്ങൾക്ക് വിശപ്പ് നൽകിക്കൊണ്ട്, നിങ്ങളുടെ സമ്പത്തുകളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും ചുരുങ്ങിപ്പോയിട്ട്, ഇല്ലാതെയായി മരണപ്പെട്ടു പോയിട്ട്, നിങ്ങളെ ഫലങ്ങള് നഷ്ടപ്പെട്ടു പോയിട്ട്, ചുരുങ്ങിപ്പോയിട്ട്, ഇങ്ങനെയൊക്കെയുള്ള പരീക്ഷണങ്ങള് നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അബൂ ഫറാസ് ഹംദാനി എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ ഒരു കവിയുണ്ട്. അദ്ദേഹത്തിന്റെ കവിതയിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മനുഷ്യൻ ഒരു പണയപ്പണ്ടമാണ്. അവൻ മസായിബുകളുടെ, വേദനകളുടെയും നൊമ്പരങ്ങളുടെയും പണയപ്പണ്ടമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതുവരെ? അവന്റെ ശരീരം ഖബറിലേക്ക് വെക്കുന്നത് വരെ അതവനെ വേട്ടയാടിക്കൊണ്ടിരിക്കുമെന്ന്. വലാ ഫർഖ ബൈനൽ മുസ്ലിമി വൽ കാഫിരി വൽ മുനാഫിഖി വൽ ഫാസിഖ വലാ നബിയ്യ വലാ ഗൈറ. ഈ വേദനകളും നൊമ്പരങ്ങളും മനുഷ്യൻ അഭിമുഖീകരിക്കുമ്പോൾ ഇത് മുസ്ലിം എന്നോ അമുസ്ലിം എന്നോ കപടവിശ്വാസി എന്നോ ദുർനടപ്പുകാരനെന്നോ ഒരു നബി എന്നോ നബിയല്ലാത്തവനെന്നോ ഒരു വ്യത്യാസവും അതിൻ്റെ ഇടയില്ല. എല്ലാവർക്കും അത് ബാധകമാണ്. ഓരോ പ്രവാചകന്മാരുടെയും കഥകളും ചരിത്രങ്ങളും നമ്മൾ പഠനം നടത്തുമ്പോൾ വേദനയുടെയും നൊമ്പരങ്ങളുടെയും കഥകളാണ് നമുക്ക് അവരിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നത്, പഠിക്കാൻ കഴിയുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ലാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി ഫീ നഫ്സിഹി വ വലദിഹി വ മാലിഹി ഹത്താ യൽഖല്ലാഹ്. മുഅ്മിനായ ഒരു മനുഷ്യനെ ബലാഉകളെ, പ്രയാസങ്ങളെ, ദുരിതങ്ങളെ, ബുദ്ധിമുട്ടുകള്, ദുരിതങ്ങൾ അവൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കും. ഫീ നഫ്സിഹി, അവന്റെ സ്വന്തത്തില്, വവലദിഹി, അവന്റെ മക്കളുടെ കാര്യത്തിലും, വമാലിഹി, അവന്റെ സമ്പത്തിന്റെ കാര്യത്തിലും. ഇങ്ങനെയൊക്കെ പ്രയാസങ്ങളും ദുരിതങ്ങളും മസായിബുകളും ഉണ്ടാകുമ്പോ ഒരു വിശ്വാസിക്ക് കഴിയുന്ന കാര്യമാണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, ഹത്താ യൽഖല്ലാഹ തആല, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ എന്ന്. മുഅ്മിനും മുസ്ലിമായ മനുഷ്യൻ ആ ബലാ കൊണ്ട്, ആ മുസീബത്ത് കൊണ്ട് അവൻ അല്ലാഹു വാഗ്ദാനം ചെയ്ത സ്വർഗ്ഗം നേടിയെടുക്കാൻ കഴിയുന്നു. അതാണ് റസൂല് പറഞ്ഞത്, അജബൽ ലി അംരിൽ മുഅ്മിൻ. മുഅ്മിനിന്റെ കാര്യം ഒരു അത്ഭുതം തന്നെയാണ്. അവനിക്ക് സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടായാൽ അവൻ അല്ലാഹുവിനെ നന്ദി പ്രകടിപ്പിച്ച് സ്വർഗം വാങ്ങുന്നു. ഇനി പ്രയാസവും ബലാവും മുസീബത്തുകളാണ് അവൻ അഭിമുഖീകരിക്കുന്നതെങ്കിൽ ക്ഷമിച്ച് സഹിച്ച് അവൻ സ്വർഗം വാങ്ങുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. നമുക്കറിയാം, വേദനകളും ദുരിതങ്ങളും നമ്മുടെ സ്വന്തം കാര്യത്തിലാണെങ്കിൽ ഒരുപക്ഷെ പരമാവധി നമ്മൾ സഹിച്ചും ക്ഷമിച്ചും നിൽക്കും. എന്നാലോ നേരെ മറിച്ച് അത് നമ്മുടെ മക്കളിലാണെങ്കിൽ, നമ്മളെ വേണ്ടപ്പെട്ടവരിലാണെങ്കിൽ,
പലപ്പോഴും നമ്മൾ തളർന്നു പോകും, പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിരിക്കും. എന്നാൽ അവിടെയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ കൂടി അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു തആല നമ്മളോട് പറയുന്നത്, ഇദാ മാത വലദു അബ്ദിൻ ഖാല അല്ലാഹു തആല ലിൽ മലായിക. അത്തരം ഘട്ടങ്ങൾ വരുമ്പോ ഒരിക്കലും തളർന്നു പോകണ്ട, ഒരിക്കലും തകർന്നു പോകേണ്ടതില്ല. പ്രതീക്ഷകളാണ് അല്ലാഹു തആല പറയുന്നത്. ഒരു മനുഷ്യന്റെ ഒരു കുട്ടി മരണപ്പെട്ടു പോയാൽ അല്ലാഹു തആല മലക്കുകളോട് ചോദിക്കുന്നത് ഒരു ഘട്ടമുണ്ട്, ഒരു സംഭവമുണ്ട്. എന്താണ് പറയുന്നത്? ഖബൽതും വലദ അബ്ദി, നിങ്ങൾ എന്റെ അടിമയുടെ കുട്ടിയെ പിടിച്ചു, കുട്ടിയുടെ റൂഹ് പിടിച്ചു അല്ലേ? അപ്പോ മലക്കുകൾ പറയുന്നുണ്ട്, ഞാൻ അതേ ഞങ്ങൾ പിടിച്ചു എന്ന്. എന്നാൽ അല്ലാഹു തആലക്ക് ഇതറിയാത്തത് കൊണ്ടല്ല, ഒരു വലിയൊരു മെസ്സേജ് അല്ലാഹു തആല ലോകത്തിന്റെ മുന്നിൽ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ അത്തരം മുസീബത്തുകൾ നിങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല എന്നോ. നിങ്ങൾ ആ പിടിച്ചു കൊണ്ടുവന്നതുണ്ടല്ലോ, ആ അടിമയുടെ ഹൃദയമാണ് നിങ്ങൾ പിടിച്ചു പറിച്ചു കൊണ്ടുവന്നത്. എന്നിട്ട് അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, മാദാ ഖാല അബ്ദി, നിങ്ങൾ ആ മനുഷ്യന്റെ ഹൃദയം പിടിച്ച് പറിച്ചു കൊണ്ടുവന്നപ്പോ ആ അടിമ എന്താണ് പറഞ്ഞത്? അല്ലാഹുവിനോട് മലായികത്തുകൾ പറയുന്നുണ്ട്, ഹമദകല്ലാഹു വസ്തർജഅ, ആ മനുഷ്യൻ നിന്നെ സ്തുതിച്ചു, നിനക്ക് ഇസ്തിർജാ ചൊല്ലി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളെല്ലാം അല്ലാഹുവിനുള്ളവരാണ്, അല്ലാഹുവിനുള്ളവരാണ്, അവരിലേക്ക് തന്നെയാണ് തിരിച്ചു പോകേണ്ടത് എന്ന് അവൻ പറഞ്ഞു. അല്ലാഹു തആല പറയുന്നുണ്ട്, ആ മനുഷ്യന് നിങ്ങളെ സ്വർഗത്തിൽ ഒരു ഭവനം ഉണ്ടാക്കി കൊടുക്കണം, പ്രതീക്ഷ നഷ്ടപ്പെടരുതേ എന്ന് വിശ്വാസം. എന്നിട്ട് ആ വീടിന് നിങ്ങളൊരു പേരിടണം, ബൈത്തുൽ ഹംദ് എന്ന് പേരിടണം എന്ന് അല്ലാഹു തആല പറയാണ്. ക്ഷമിച്ചതിന്റെ പകരമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 7 മക്കളുണ്ടായപ്പോൾ 6 എണ്ണത്തിനെയും തന്റെ ജീവിതകാലത്ത് അള്ളാഹുവിന്റെ വിളി അള്ളാഹു തിരിച്ചങ്ങെടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമിച്ചു നിൽക്കുകയാണ് ചെയ്തത്. വിശ്വാസിക്ക് മാതൃകയാണ്. നിങ്ങൾ നോക്ക്, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു യാത്രയിലാണ്. അദ്ദേഹത്തിന്റെ മകൾ മരണപ്പെട്ടു പോയി. വഴിയിൽ നിന്നാണ് അദ്ദേഹം അറിയുന്നത് ആ വിഷയം. അദ്ദേഹം ഉടനെ തന്റെ വാഹനം റോഡിന്റെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ട് അദ്ദേഹം 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ട് അദ്ദേഹം പറയാ, അൽഹംദുലില്ലാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞതിന് ശേഷം 3 വാക്കുകൾ കൂടി അതിന്റെ കൂടെ അദ്ദേഹം പറഞ്ഞു, ഔറത്തുൻ സബ്റഹല്ലാഹ് വമുഇനത്തുൻ കഫഹല്ലാഹ് വഅജ്റുൻ സാഖഹുല്ലാഹ്. അല്ലാഹു തആല, അവള് എന്റെ പ്രിയപ്പെട്ട മോള്, അതൊരു സംരക്ഷിക്കേണ്ട അമാനത്തായിരുന്നു. ആ അമാനത്തിനെ അല്ലാഹു തആല മറച്ചു വെച്ചു. അവളുടെ ബാധ്യതയും ചെലവും അല്ലാഹു തന്നെയാണ് ഏറ്റെടുത്തത്. വഅജ്റുൻ സാഖഹുല്ലാഹ്, അതിന്റെ പ്രതിഫലം അല്ലാഹുവാണ് തന്നത്. നിങ്ങൾ നോക്കി, എന്തിനു വേണ്ടിയാണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ പ്രയാസം ബലാ തന്നെ അഭിമുഖീകരിച്ചപ്പോ, തനിക്ക് ഉണ്ടായപ്പോ ആ രീതിയിൽ ക്ഷമിച്ചത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ബൈത്തുൽ ഹംദിന് വേണ്ടിയായിരുന്നു. ആ ബൈത്തുൽ ഹംദിന് വേണ്ടിയുള്ള ക്ഷമ. ഒരു സ്ത്രീ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് റസൂലിനോട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഉദുല്ലാഹ ലഹു, ഈ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കൈ പിടിച്ചാ വന്നത്. റസൂലിനോട് ആ സ്ത്രീ വീണ്ടും പറയാ, നബിയെ, ഈ 3 എണ്ണത്തിന്റെ മുമ്പ്, ഈ കുട്ടിക്ക് മുമ്പ് 3 എണ്ണത്തിന് ഞാൻ മറമാടിയിട്ടുണ്ട് എന്ന്, 3 എണ്ണത്തിന് എന്റെ റബ്ബ് എന്നെ തിരിച്ചു വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, 3 എണ്ണത്തിന് ഇതിന്റെ മുമ്പ് മറമാടപ്പെട്ടിട്ടുണ്ടോ, മരിച്ചു പോയിട്ടുണ്ടോ മക്കള്? ആ സ്ത്രീയോട് റസൂലുള്ള പറഞ്ഞൊരു വാക്കുണ്ട്, ലഖദ് ഹുലതി ബിഹുല്ലാരിൻ ശദീദിൻ മിനൻ നാർ. പ്രയാസപ്പെടണ്ട, ദുഃഖിക്കണ്ട, ഒരിക്കലും പതറിപ്പോകണ്ട.
നിനക്ക് നരകത്തിൽ നിന്ന് ശക്തമായൊരു കാവലാണ് ആ 3 കുട്ടികളെ കൊണ്ട് അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസിക്ക് മുസീബത്തുണ്ടാകുമ്പോ അവനിക്ക് അത് ക്ഷമിച്ചു നിൽക്കുമ്പോൾ അവന്റെ സ്വർഗമാണ് അവനിക്ക് ലഭിക്കുന്നത്. വിശ്വാസിക്ക് പ്രതീക്ഷയാണ്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു കുട്ടി, ഒരു പിതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ വരുമ്പോ എപ്പോഴും ആ കുട്ടി ഉണ്ടാകും. അടുത്തിരിക്കും, പിന്നിലിരിക്കും, മുന്നിലിരിക്കും, ഓടിക്കളിക്കും. അങ്ങനെ ഒരു ദിവസം വന്നപ്പോ ആ കുട്ടിയെ കാണുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചു ആ കുട്ടിയോടെ. ഇവിടെ 2 പാഠമുണ്ട് നമുക്ക്. ഒരു ചെറിയൊരു കുട്ടിയെ കാണാതിരുന്നപ്പോൾ റസൂൽ അന്വേഷിക്കുകയാണ്. നമ്മൾ ആരെങ്കിലും അങ്ങനെ അന്വേഷിക്കോ? എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ കുട്ടി എവിടെ എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്കിന്റെ ഹലക്ക. വളരെ നെഞ്ചി പൊട്ടുന്ന ശബ്ദത്തിലാണ്, നെഞ്ചി പൊട്ടുന്ന ഫീലിംഗിലാണ് ആ മനുഷ്യൻ ആ 3 ലെറ്റർ ഉപയോഗിച്ചത്. ഹലക്ക, നബിയെ മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ ഫീലിംഗ് കണ്ടിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, മാ യസറുക അല്ലാ യതിയ ബാബൻ മിൻ അബ്വാബിൽ ജന്നത്തി ഇല്ലാ വജത്തുഹു. ഇതിനേക്കാൾ നിനക്കെന്താണോ സന്തോഷിക്കാനുള്ളത്? നീ നാളെ മരണപ്പെട്ട് നാളെ പരലോകത്തെത്തുമ്പോ നീ സ്വർഗത്തിന്റെ ഏത് കവാടത്തിൽ കൂടെയാണോ കടന്നു ചെല്ലുന്നത്, ആ കവാടത്തിൽ നിന്നെ സ്വീകരിക്കാൻ വേണ്ടി ആ മോന് കാത്തു നിൽക്കുമെന്ന് റസൂല് പറഞ്ഞപ്പോ അതിനേക്കാൾ നിനക്കെന്താണ് സന്തോഷിക്കാനുള്ളത് എന്നാണ് റസൂല് പറഞ്ഞത്. വിശ്വാസിക്ക് ക്ഷമിച്ചാലുള്ള പ്രതിഫലമാണ് വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇമാം ബുഖാരി ഉദ്ധരിച്ച സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 7 മക്കളിൽ 6ാമത്തെ കുട്ടി ഇബ്രാഹിം മരണപ്പെടുമ്പോൾ റസൂൽ ആ കുട്ടിയെ എടുക്കുന്നുണ്ട്. ഇബ്രാഹിമിനെ എടുത്ത് ചുംബനം നടത്തുന്നുണ്ട്. എന്നിട്ട് ഇബ്രാഹിമിന്റെ മുഖത്ത് നോക്കിയിട്ട് റസൂലുള്ള പറയാണ്, മോനെ ഇബ്രാഹിം, നിന്റെ വേർപാട് വല്ലാത്ത പ്രയാസമുണ്ട് മോനെ. 5 എണ്ണം മരണപ്പെട്ടു പോയി, 6ാമത്തതാണ് നീയും എന്നെ വിട്ടുപിരിഞ്ഞു പോകുന്നത്. എനിക്ക് വല്ലാത്ത പ്രയാസമുണ്ട് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിയപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അൻത യാ റസൂലല്ലാഹ്, ഇതെന്താ നബിയേ ഇതെന്താണിത്? അപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നഹാ റഹ്മത്തുൻ, ഈ കണ്ണുനീരുണ്ടല്ലോ അബ്ദുറഹ്മാൻ, ഇതൊരു കാരുണ്യത്തിന്റെ കണ്ണുനീരാണ്. ഇതൊരു കാരുണ്യത്തിന്റെ കണ്ണുനീരാണ്. ഇന്നൽ ഐന തദ്മഉ വൽ ഖൽബു യഹ്സനു വലാ നഖൂലു ഇല്ലാ മാ യർളാ. ഇന്നൽ ഐന തദ്മഉ, കണ്ണ് കരയുന്നുണ്ട്. വൽ ഖൽബു യഹ്സനു, ഹൃദയത്തിന് വല്ലാത്ത പ്രയാസമുണ്ട്. വലാ നഖൂലു ഇല്ലാ മാ യർളാ റബ്ബുനാ, അങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ റബ്ബ് തൃപ്തിപ്പെടാത്തൊരു വാക്ക് നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വരില്ല അബ്ദുറഹ്മാൻ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എന്നോട് എന്തിനാണ് എന്റെ റബ്ബ് ഇങ്ങനെയൊക്കെ ചെയ്തത്? അതുപോലെയുള്ള വാക്കുകൾ. എന്ത് കഷ്ടപ്പാട്, എന്ത് ദ്രോഹമാണ് എന്റെ റബ്ബിനോട് ചെയ്യുന്നത്, എന്റെ അള്ളാഹുവിനോട് ചെയ്യുന്നത്. അത്തരം വാക്കുകൾ പഴിച്ചുകൊണ്ടുള്ള വാക്കുകൾ. വിശ്വാസി പറയണം, അല്ലാഹു എന്താണോ ഞങ്ങളുടെ മൗലയായ രക്ഷിതാവായ പടച്ചവൻ എന്താണോ ഞങ്ങൾക്ക് കൽപ്പിച്ചത്, ഞങ്ങൾക്ക് വിധിച്ചത്, ഞങ്ങൾക്ക് രേഖപ്പെടുത്തി വെച്ചത്, അതിലപ്പുറം ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ഇതാണ് വിശ്വാസിയുടെ നിലപാട് ആയിരിക്കണം എന്ന് അല്ലാഹു തആല പറയുന്നു. അങ്ങനെയാകുന്ന ഒരാൾക്ക് ലളിതമായ രൂപത്തിൽ അല്ലാഹു പറയുന്നു, വബശ്ശിരിസ് സ്വബിരീൻ, നബിയെ അവർക്ക് സ്വർഗ്ഗമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുക. നമുക്കറിയാം നമ്മുടെ പ്രദേശത്തിനെ, ആ കുടുംബത്തെ മാത്രമല്ല നമ്മുടെ പ്രദേശത്തെ ദുഃഖത്തിലായിക്കൊണ്ടാണ് മോരങ്ങാട്ട് ശരീഫയുടെ മകള് മെനഞ്ഞാണ് നമ്മളോട് യാത്രയായി. ആ കുടുംബത്തിന്റെ വേദനയിൽ നമുക്ക് തരണം. നമുക്ക് ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹുവിന്റെ റസൂല്
സ്വർഗത്തിന്റെ കവാടത്തിൽ കാത്തു നിൽക്കുമെന്ന് പറഞ്ഞതുപോലെയുള്ളൊരു കുട്ടിയാക്കി ആ കുടുംബത്തിന് ആ കുട്ടി അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. ആ കുടുംബത്തിന് സഹിക്കാനും ക്ഷമിക്കാനുമുള്ള ഒരു കഴിവ് റബ്ബ് നൽകുമാറാകട്ടെ.